ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് ടോക്ക്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്. ഇതിന് മുമ്പുള്ള 2 ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ക്ലാസ് വേ കാണുക. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിറ്റിൽ തിങ്സ് മാറ്റർ. അതിനു മുമ്പായി നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കമൻസും വേണം. സോ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാമിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണ്, ലിറ്റിൽ തിങ്സ് മാറ്റർ. ഒരു ചെറിയ ഇൻട്രോയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ലൈഫിൽ നമുക്ക് ഓരോ സ്റ്റേജസ് ഉണ്ട്. അതുപോലെ ഓരോ സ്റ്റേജസിലും ഓരോ ഡ്യൂട്ടീസും ഉണ്ട്. ഇപ്പം നിങ്ങൾ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ആണോ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്? അല്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ ടെൻഡർ ഏജ്, അതായത് ഇളം പ്രായത്തിലെ അദ്ദേഹത്തിനുണ്ടായ ചില എക്സ്പീരിയൻസസും അദ്ദേഹം ഫാമിലിക്ക് വേണ്ടി എടുത്ത ചില റെസ്പോൺസിബിലിറ്റീസും അതൊക്കെയാണ് ഇവിടെ പങ്കിടുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ രാവിലെകളിലും ഇംഗ്ലീഷ്, തമിഴ് ന്യൂസ് പേപ്പേഴ്സിൻ്റെ ഒരു കെട്ടുകൾ എൻ്റെ അടുത്ത് എത്തുമായിരുന്നു. ഞാൻ വിദേശത്താണെങ്കിൽ പോലും ഇന്ത്യയിൽ നിന്നുമുള്ള ന്യൂസുമായി ഒരു കണക്ഷൻ, ഒരു ടച്ച് വെക്കുമായിരുന്നു. ഇതൊക്കെ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഓൺലൈനിലൂടെ ന്യൂസ് വഴിയും അതുപോലെ ആർട്ടിക്കിൾസ് വായിച്ചും മാഗസീൻസിലെ എഡിറ്റോറിയൽസിലൂടെയൊക്കെയാണ്. സോ നമുക്കിനി കാര്യത്തിലേക്ക് വരാം. അദ്ദേഹം ജനിച്ചത് 1931 അദ്ദേഹത്തിന് 8 വയസ്സുള്ളപ്പോഴാണ് സെക്കൻഡ് വേൾഡ് വാർ സംഭവിക്കുന്നത്. ആദ്യമൊന്നും ആ ഒരു വാറിൻ്റെ കോട്ടങ്ങളൊന്നും തൻ്റെ ഫാമിലിയെ ബാധിച്ചിരുന്നില്ല. രാജ്യത്തിൻ്റെ സദേൺ ടിപ്പിലായതുകൊണ്ട് അങ്ങനെ സിവിയർ ആയിട്ടൊന്നും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. മീൻസ് ആ ഒരു പ്ലേസിൽ വാർ അത്ര അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പുറത്ത് എന്ത് നടക്കുന്നു എന്നറിയാനുള്ള ഏക മാർഗം ന്യൂസ് പേപ്പർ ആയിരുന്നു. അവിടുത്തെ ന്യൂസ് പേപ്പർ ഏജൻസി നടത്തിക്കൊണ്ടു പോകുന്നത് അബ്ദുൽ കലാമിൻ്റെ കസിനായിട്ടുള്ള സാംസുദ്ദീൻ ആയിരുന്നു. ജലാലുദ്ദീൻ എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാമിൻ്റെ ബ്രദർ ഇൻ ലോ ആണ്. കലാമിൻ്റെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത, സ്വാധീനിച്ച ഒരാളായിരുന്നു ആര്? സാംസുദ്ദീൻ. കലാമിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ഒരുപാട് രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾക്കും അവൻ്റെ കഴിവിനും പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആര്? സാംസുദ്ദീൻ. തനിക്ക് വഴി കാണിച്ചു തരുന്ന ഒരു വെളിച്ചം പോലെയായിരുന്നു. രാമേശ്വരത്തുണ്ടായിരുന്ന ഒരു ന്യൂസ് പേപ്പർ ഏജൻസിയാണ് സാംസുദ്ദീൻ്റെത്. നമ്മുടെ ഒരു ടൗണിൽ തന്നെ 1000 കണക്കിന് എഴുത്തും വായനയും ഒക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട്. സോ എല്ലാവർക്കും ന്യൂസ് പേപ്പർ എത്തിച്ചു കൊടുക്കുന്നത് ആരുടെ ഉത്തരവാദിത്തമായിരുന്നു? സാംസുദ്ദീൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. ഈ പേപ്പറിലെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയാകും. അതുകൂടാതെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ന്യൂസും ഉണ്ടാകും. ഹിറ്റ്ലർ, നാസി ആർമിയെ ബേസ് ചെയ്തുള്ള ന്യൂസുകളൊക്കെ ഇതിൻ്റെ ഒപ്പം ഉണ്ടാകും. സോ ഈ പത്രങ്ങളൊക്കെ വായിച്ചിട്ട് തമ്മിൽ ആൾക്കാർ അതേപ്പറ്റി ചർച്ചയും ചെയ്യുന്നുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഈ ഒരു ടൈമിൽ ഫേമസ് ആയ ഒരു തമിഴ് ന്യൂസ് പേപ്പറാണ് ദിനാമണി. അന്ന് രാമേശ്വരത്ത് ഈ ഒരു ന്യൂസ് പേപ്പർ എത്തുന്നത് വളരെ സ്പെഷ്യലായ ഒരു രീതിയിലായിരുന്നു. അതായത് ഈ പേപ്പർ രാവിലെ ഒരു ട്രെയിനിലാണ് വരുന്നത്. ശേഷം ഇത് സ്റ്റേഷനിൽ വെക്കും. അവിടെ നിന്നെടുത്ത് ഇത് വാങ്ങുന്ന ആൾക്കാരുടെ കയ്യിൽ എത്തിക്കണം. ഇതായിരുന്നു സാംസുദ്ദീൻ്റെ ബിസിനസ്. ഒരു എഫേർട്ടും കഷ്ടപ്പാടും ഒന്നും തോന്നിക്കാതെ വളരെ എളുപ്പത്തിൽ സന്തോഷത്തോടെയായിരുന്നു അവൻ അവൻ്റെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്. സെക്കൻഡ് വേൾഡ് വാർ ഭീകരമായ അവസ്ഥയിലെത്തിയപ്പോൾ അത് ഈ ഒരു ന്യൂസ് പേപ്പർ ഡെലിവർ ചെയ്യുന്ന ബിസിനസ്സിനെ ബാധിച്ചു. സാങ്ഷൻസും റേഷൻസും ഒക്കെ ഉൾപ്പെടുത്തി ഗുഡ്സ്, ചരക്കുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ രാജ്യത്ത് ഒരു അടിയന്തര അവസ്ഥാക്കാലം നിൽക്കുന്നത് പോലെയായി. അബ്ദുൽ കലാമിൻ്റെ ഫാമിലി വലിയൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ അവരെ ഇത് വളരെ മോശമായ രീതിയിൽ ബാധിച്ചു. വസ്ത്രത്തിനും ആഹാരത്തിനും വീട്ടിലെ കുഞ്ഞു കുട്ടികളുടെ ആവശ്യം പോലും എല്ലാം ബുദ്ധിമുട്ടിലായി. ഒന്നും കിട്ടാതെയായി. ഇങ്ങനെ ഒരു കഷ്ടതയായ സമയത്തിരിക്കുമ്പോഴാണ് അവിടെ സാംസുദ്ദീൻ ഒരു പ്രൊപ്പോസൽ, മീൻസ് ഒരു സജഷനായി വരുന്നത്. ഇത് കേൾക്കുമ്പോൾ അബ്ദുൽ കലാം വളരെയധികം എക്സൈറ്റഡ് ആകുകയും ഹാപ്പി ആവുകയും ചെയ്തു. എന്താണ് ആ സജഷൻ എന്ന് നോക്കാം. വാർ നടക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ രാമേശ്വരത്ത് ട്രെയിൻ നിർത്തുന്നുണ്ടായിരുന്നില്ല. സോ പേപ്പർ കളക്ട് ചെയ്ത് ടൗണിൽ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയതുമില്ല. ഇതിന് സാംസുദ്ദീൻ ഒരു വഴി കണ്ടെത്തി. അതായത് ഈ ട്രെയിൻ രാമേശ്വരം ധനുഷ്കോടി ട്രാക്കിൽ വരുമ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് ന്യൂസ് പേപ്പർ വലിച്ചെറിയും. ആ സമയത്താണ് നിൻ്റെ ജോലി. അതായത് ആ എറിയുന്ന ന്യൂസ് പേപ്പർ എന്ത് ചെയ്യണം? നീ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തിട്ട് കൃത്യമായി ടൗണിലെ ഓരോ ആൾക്കാരുടെ വീട്ടിലും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം.
ഇത് കേട്ടപ്പോൾ കലാമിന് വളരെയധികം സന്തോഷമായി. കാരണം എന്താ, തൻ്റെ ഫാമിലി ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ തൻ്റെ ഫാമിലി ഹെൽപ്പ് ചെയ്യാൻ തനിക്ക് ഈ ഒരു ജോലി എന്താണ്, വളരെ സഹായകമാണ്. ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ കലാമിന് 8 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ശേഷം കലാം ആലോചിക്കുകയായിരുന്നു, കുറച്ച് ദിവസങ്ങളായി തൻ്റെ അമ്മയുടെയും അമ്മൂമ്മയുടെയും പാത്രത്തിൽ ഭക്ഷണത്തിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞാണ് വരുന്നത്. അതായത് ആകെ കുറച്ച് ഭക്ഷണമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി മിച്ചം വരുന്നതാണ് ആര് കഴിക്കുക, അമ്മയും അമ്മൂമ്മയൊക്കെ കഴിക്കുക. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവിടെ വിശന്നിരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇവിടെ സ്ത്രീകളാണ് കോംപ്രമൈസ് ചെയ്യുന്നത് അല്ലേ, ഒരു ടൈപ്പ് ഓഫ് സാക്രിഫൈസിങ് അല്ലേ അത്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് നമ്മുടെ കലാം ഈ ഒരു ജോലി ചെയ്യാൻ ഓക്കെ പറയുന്നു. അപ്പോൾ സ്ഥിരമായി ഫോളോ ചെയ്ത് വരുന്നൊരു റൂട്ടീൻ കലാമിനുണ്ട്. അതായത് പഠിക്കണം, ഹോംവർക്ക് എഴുതണം, സ്കൂളിൽ പോകണം, അങ്ങനെ. അപ്പോൾ ഈ ഒരു റൂട്ടീനിലേക്ക് പുതിയൊരു കാര്യം കൂടി ആഡ് ചെയ്യുക. എന്താണത്, ഈ ഒരു ജോലിയും കൂടെ. പിന്നെ പറയുന്നത്, കലാമിന് മാത്സിൽ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു തൻ്റെ സിബ്ലിങ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ തൻ്റെ അച്ഛൻ ഒരു മാത്സ് ടീച്ചറിൻ്റെ അടുത്ത് ട്യൂഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ട്യൂഷൻ ടീച്ചറിന് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഏർലി മോർണിംഗ്, അതിരാവിലെ തന്നെ എന്ത് ചെയ്യണം, ട്യൂഷൻ എത്തണം. അങ്ങനെ എത്തിയാൽ മാത്രം പോരാ, എങ്ങനെ വരാവൂ, കുളിച്ചിട്ടേ വരാവൂ. അവിടെ 1 വർഷമായിട്ട് കലാം ട്യൂഷന് പോകുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇരുട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ അത്രയും രാവിലെയാണ് ആര് എഴുന്നേൽക്കുന്നത്, കലാം എഴുന്നേൽക്കുന്നത്. എങ്ങനെ എഴുന്നേൽക്കുന്നത്, അമ്മയാണ് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. സോ അമ്മ അപ്പോൾ അതിനു മുമ്പ് എഴുന്നേറ്റ് കലാമിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ട്യൂഷൻ 1 മണിക്കൂറാണുള്ളത്. ആ 1 മണിക്കൂറത്തെ ട്യൂഷൻ കഴിഞ്ഞ് 5 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തും. അപ്പോഴേക്കും അറബി സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി അച്ഛൻ റെഡി ആയിട്ടിരിക്കും. ഇതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, അവിടുന്ന് സ്റ്റേഷനിലേക്ക് ഓടാനും അവിടുന്ന് ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യാനും. ഇതാണ് പുതിയ റുട്ടീൻ എന്ന് പറയുന്നത്. അങ്ങനെ ട്രെയിൻ വരുന്ന സമയമാകുമ്പോൾ എന്ത് കാണാം, ദൂരെ നിന്ന് അതിൻ്റെ ഒരു പുകയും അതുപോലെ തന്നെ അലറിക്കരയുന്ന സൗണ്ടും കേൾക്കാം. അതങ്ങനെ പ്ലാറ്റ്ഫോമിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ന്യൂസ് പേപ്പർ ഏത് സ്പോട്ടിലേക്കാണ്, അതായത് ട്രെയിനിൽ നിന്ന് ന്യൂസ് പേപ്പർ പുറത്തേക്ക് എറിയുന്നല്ലേ പറഞ്ഞത്. അപ്പം എറിയുന്ന സമയത്ത് ഏത് സ്പോട്ടിലാണ് ന്യൂസ് പേപ്പർ വന്ന് വീഴുന്നത്, എവിടെ നിന്നാൽ ന്യൂസ് പേപ്പർ കൃത്യമായി കിട്ടും എന്നുള്ളത് അവൻ കണ്ടുപിടിച്ചു. ഇവിടെ ഒരു സംശയം വരത്തില്ലേ, ആരാണ് ന്യൂസ് പേപ്പർ എടുത്ത് എറിയുന്നതെന്ന്? വേറെ ആരുമല്ല, സാംസുദ്ദീനാണ്. അപ്പോൾ ഈ ഒരു പത്രമൊക്കെ എടുത്ത് എറിഞ്ഞതിന് ശേഷം സാംസുദ്ദീൻ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് കൈപൊക്കി കാണിക്കുന്നുണ്ട്. സാംസുദ്ദീൻ അതിലുണ്ടായാലല്ലേ കറക്റ്റ് പ്ലാറ്റ്ഫോമിൽ ഇടാൻ പറ്റൂ. അതിനുശേഷം ബണ്ടിൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സൊക്കെ എടുത്ത് അത് സെപ്പറേറ്റ് ചെയ്ത് ഓരോ ആൾക്കാർക്കും കൊടുക്കേണ്ട രീതിയിലൊക്കെ ആക്കിയിട്ട് അതും കൊണ്ട് അവിടെ നിന്ന് ആരോടി, കലാമോടി. കാരണം കൃത്യസമയത്ത് എന്ത് ചെയ്യണം, എല്ലാ ആൾക്കാർക്കും ഇത് ഡെലിവറി ചെയ്യണം. അങ്ങനെ ഓരോ ആൾക്കാർ ഏത് ന്യൂസ് പേപ്പറാണ് വായിക്കുന്നത് എന്ന് വെച്ചിട്ട് ആൾക്കാരെ തിരിച്ചറിയാൻ തുടങ്ങി. ആര്, കലാം. ഇതിനൊപ്പം ചെല്ലുന്ന വീടുകളിലൊക്കെ കുശലം പറഞ്ഞ് നിൽക്കുകയും ഒപ്പം അവിടുത്തെ വീട്ടുകാരൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടിയാണല്ലോ, അപ്പോൾ പണിയൊക്കെ വേഗം തീർത്ത് സ്കൂളിൽ പോകുക എന്നുള്ള രീതിക്ക് അവനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഈ ഒരു കലാമിൽ അല്ലെങ്കിൽ ഈ ഒരു സ്മോൾ ബോയിൽ എല്ലാ വീട്ടുകാരും വളരെയധികം ഹാപ്പി ആയിരുന്നു. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കൊച്ചുകുട്ടി എന്നും രാവിലെ ആകുമ്പോൾ ന്യൂസ് പേപ്പർ കൊണ്ടുവരുന്നു, അവരോട് സംസാരിക്കുന്നു. ആ ഒരു കുട്ടിത്വമുള്ള മുഖവും നിഷ്കളങ്കതയൊക്കെ കണ്ടിട്ട് ആ ഒരു ആൾക്കാർക്കൊക്കെ എന്തായിരുന്നു, കലാമിലൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഈ ഒരു പണി അവസാനിക്കുമ്പോൾ ഏകദേശം 8 മണിയാവും. അതിനുശേഷം എന്ത് ചെയ്യും, വീട്ടിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ തൻ്റെ അമ്മ അവിടെ ഫുഡൊക്കെ വെച്ചിട്ട് കാത്തിരിക്കും. ഇത് കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, സ്കൂളിൽ പോകാൻ. അതുകൊണ്ട് തന്നെ കലാം കൃത്യമായി ഭക്ഷണം കഴിച്ചോ എന്ന് ആരുറപ്പ് വരുത്തുമായിരുന്നു, അമ്മ ഉറപ്പ് വരുത്തുമായിരുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും ആരുടെ ജോലി തീരുന്നില്ല, കലാമിൻ്റെ ജോലി തീരുന്നില്ല. വൈകുന്നേരമായി കഴിഞ്ഞാൽ രാവിലെ ന്യൂസ് പേപ്പർ കൊടുത്തിട്ടുള്ള എല്ലാ വീടുകളിലും പോയി എന്ത് ചെയ്യും, ന്യൂസ് കളക്ട് ചെയ്യും. അതായത് ആരെങ്കിലും കൊടുക്കാനുള്ളതും വാങ്ങാനുള്ളതും ഒക്കെ അപ്പോൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യുന്നു, സാംസുദ്ദീനെ മീറ്റ് ചെയ്യുകയും ഇതെല്ലാം സാംസുദ്ദീനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അത് ആർക്ക് വളരെയധികം ഉപകാരമായിരുന്നു, സാംസുദ്ദീന് വളരെയധികം ഒരു ഹെൽപ്പായിരുന്നു അത്. അതിനുശേഷം വൈകുന്നേരമാകുമ്പോൾ കടൽ തീരത്ത് എവിടെയെങ്കിലും ഒരു നല്ല ഇളം കാറ്റ് വീശുന്ന സ്ഥലത്ത് അവർ 3 പേരും കൂടി, സാംസുദ്ദീനും ജലാലുദ്ദീനും നമ്മുടെ കലാമും കൂടി പോയിരിക്കുകയും എന്നിട്ട് പേപ്പർ വായിക്കുകയും ചെയ്യുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഓരോ ജോലികൾ ഉള്ളതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പേഴ്സ് വായിക്കാൻ എന്ത് ചെയ്യുന്നില്ല, അവർക്ക് ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഈ ഒരു ടൈമിലാണ് അത് വായിക്കുന്നത്.
വളരെ ശ്രദ്ധിച്ചാണ് വായിക്കുന്നത്. ഒരാൾ ഉച്ചത്തിൽ വായിക്കുകയും എല്ലാവരും അത് കേട്ടിരിക്കുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾ പയ്യെ പയ്യെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ആ ഒരു ലോകത്തേക്കാണ് പിന്നെ കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യുന്നത്, അവർ പോകുന്നത്. മെയിൻ ന്യൂസ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഗാന്ധിജിയെക്കുറിച്ച്, അതായത് സ്വാതന്ത്ര്യ സമരം നടക്കുന്നൊരു സമയമാണ്. അപ്പം മെയിൻ പാർട്ടി കോൺഗ്രസിനെ പറ്റി, അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയമല്ലേ, അപ്പോൾ ഹിറ്റ്ലറിനെ പറ്റി, പിന്നെ പെരിയാർ EV രാമസ്വാമി, അദ്ദേഹം ഒരു തമിഴ് സോഷ്യൽ റിഫോമറാണ്. ഇതിനെപ്പറ്റിയൊക്കെയാണ് മെയിൻ ന്യൂസ് ഉണ്ടാവുക. അങ്ങനെ ആ ഒരു ന്യൂസിൽ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് കലാം ഇങ്ങനെ ആലോചിക്കും, ഈ ഒരു വലിയ ലോകത്ത്, അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ ലോകത്തിൽ താനും അവർക്കൊപ്പമായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും. അതുമാത്രമല്ല ചിന്തിക്കുന്നത്, മദ്രാസ്, ബോംബെ, കൽക്കട്ട പോലെയുള്ള വലിയ സിറ്റിയിലൊക്കെ പോകുമ്പോൾ ഗാന്ധിജിയെയും പണ്ഡിറ്റ് നെഹ്റുവിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരോട് ഞാൻ എന്ത് ചോദിക്കും. ഇങ്ങനെ പലതര ചിന്തകളുമായി ആരിയ്ക്കുകയാണ്, കലാം ഇരിക്കുകയാണ്. ആ സമയത്ത് ആ ഒരു ആലോചനയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു വിളി വരും. ആരുടെയാകും? സ്വാഭാവികമായിട്ടും കൂട്ടുകാരുടെ ആയിരിക്കും. കളിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. അതിനുശേഷം അമ്മയുടെ വിളി വരും. എന്തിന്? ഭക്ഷണം കഴിക്കാൻ. ഇതെല്ലാം കഴിഞ്ഞിനി എന്തുകൂടി ചെയ്യാനുണ്ട്? ഹോംവർക്ക് കൂടി ചെയ്യാനുണ്ട്. 8 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇതും കൂടി ചെയ്യാനുള്ള എനർജി ഒരു ദിവസം ഉണ്ടാവും അല്ലേ? അങ്ങനെ ആ ഒരു ക്ഷീണമൊക്കെ കാരണം 9 മണിയാവുമ്പം കലാം ഉറങ്ങും. അടുത്ത ദിവസവും തന്നെ എന്ത് കാത്തിരിക്കുന്നു? തൻ്റെ ജോലിയും പഠനവും ഹോംവർക്കും സ്കൂളിൽ പോവുകയും ഒക്കെ കാത്തിരിപ്പുണ്ട്. അങ്ങനെ ഒരു വർഷം പോയി. ഇപ്പോൾ കലാം കുറച്ചുകൂടെ നീളമൊക്കെ വെച്ച് ഹെയറൊക്കെ ഒരു ബ്രൗൺ കളറായി. കൂടാതെ ഒരു ബണ്ടിൽ ന്യൂസ് പേപ്പർ കൊണ്ട് എത്ര ദൂരം അവൻ ഓടാൻ കഴിയും എന്നൊക്കെ അവൻ പഠിച്ചിരിക്കുന്നു. അതായത് ആ ഒരു പ്രാക്ടീസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വർഷമായി താൻ എങ്ങനെയാണ് ഡ്യൂസൊക്കെ കളക്ട് ചെയ്തത്? പേനയും പേപ്പറും ഉപയോഗിച്ച് പേപ്പറിലൊക്കെ എഴുതിയൊക്കെ ആയിരുന്നു എല്ലാം എന്ത് ചെയ്ത് വെക്കുന്നത്, കളക്ട് ചെയ്ത് വെക്കുന്നത്. എന്നാൽ ഈ ഒരു വർഷം കൊണ്ട് പേനയുടെയോ പേപ്പറിൻ്റെയോ ഒരു ആവശ്യവുമില്ല. അവൻ അതെല്ലാം എന്താണ്, കാണാപ്പാഠമാണ്. അത് എക്സ്പീരിയൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ പറ്റിയാലും അതിനെയെല്ലാം ഫേസ് ചെയ്യാൻ എന്ത് ചെയ്യണം, നമ്മൾ റെഡി ആയിട്ടുണ്ടാവണം. ഇപ്പം കലാമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഹോംവർക്ക് ചെയ്യണം, ട്യൂഷന് പോകണം, പള്ളിയിൽ പ്രയേഴ്സിന് പോകണം, സ്കൂളിൽ പോകണം. ഇതിനെല്ലാം ഇടയ്ക്കാണ് കലാം ഈ ഒരു വർക്കും കൂടി ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെ വന്നാലും അതിനെയെല്ലാം ഫേസ് ചെയ്ത് താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി കൃത്യമായി ചെയ്തിരിക്കണം. ന്യൂസ് പേപ്പർ വരുന്ന ട്രെയിൻ എന്ത് ചെയ്യില്ല, വെയിറ്റ് ചെയ്യില്ല. അപ്പോൾ അവിടെ കറക്റ്റ് ടൈമിൽ എത്തുകയും വേണം. കൃത്യമായി കളക്ട് ചെയ്ത് കൃത്യസമയത്ത് അത് ആൾക്കാരുടെ വീട്ടിലെത്തിക്കുകയും ചെയ്യണം. സാംസുദീന് കൊടുത്ത വാക്കായിരുന്നു അല്ലേ ഈ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ജോലി, അത് കൃത്യമായി ചെയ്യണം. ഇഷ്ടപ്പെട്ടാണ് ഓരോ മൊമെൻറ്റും ഓരോ ജോലിയും ഓരോ കാര്യങ്ങളും ആര് ചെയ്തിരുന്നത്, കലാം ചെയ്തിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ വളരെയധികം ടയേർഡാകും. ഇതൊക്കെ കാണുമ്പോൾ ആർക്ക് സങ്കടം വരും? സ്വാഭാവികമായിട്ട് അമ്മയ്ക്ക് വിഷമം വരും. പക്ഷേ കലാം ഒന്നും തന്നെ ഇല്ലാത്ത മട്ടിൽ വളരെയധികം പുഞ്ചിരിയോടുകൂടെ തന്നെ അമ്മയെ ഹാപ്പിയായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അമ്മ ഉള്ളുകൊണ്ട് തന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നുണ്ടായിരുന്നു എന്ന് ആർക്കറിയാമായിരുന്നു? കലാമിനറിയായിരുന്നു. അമ്മയുടെ ആ ചിന്താഗതികൾ തന്നെ മതിയായിരുന്നു ഒരു പുഞ്ചിരിയോടുകൂടി ലൈഫിൽ കലാമിന് മുന്നോട്ട് പോകാൻ. അങ്ങനെ 8 വയസ്സിൽ കലാം ഒരു ജോലിക്കാരനായി മാറി. ഇതിൽ നമുക്ക് പകർന്നു തരുന്ന ഒരുപാട് ഗുഡ് പോയിൻറ്റ്സ് ഉണ്ട്. ചെറിയൊരു ജോലിയാണ് കലാം ഇവിടെ ചെയ്തിരുന്നത് അല്ലേ? ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യുക, അത് കൃത്യമായി കൃത്യസമയത്ത് ആൾക്കാരുടെ വീടുകളിൽ എത്തിക്കുക ഒരു ചെറിയ ജോലിയാണ്. പക്ഷേ അതിൽ റെസ്പോൺസിബിലിറ്റി, പഞ്ച്വാലിറ്റി, ഒരു ചെറിയ ജോലിയാണെങ്കിലും അതിൽ കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ്, അതിലൂടെ കണ്ടെത്തുന്ന സന്തോഷം, പ്രാക്ടിക്കലായ നോളജ് ഉണ്ടാവുന്നത്, ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നമുക്കും ചെയ്യാവുന്ന ചില നല്ല ശീലങ്ങളാണ്. കൊടുത്ത വാക്ക് പാലിക്കുക. ഇവിടെ സാംസുദീന് കലാം കൊടുത്തൊരു വാക്കുണ്ട്, അത് ഭംഗിയായി ഇവിടെ കലാം എന്ത് ചെയ്യുന്നുണ്ട്, പാലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിൽ സ്വപ്നം കാണുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, കൂടാതെ എളിമയുള്ളവരായി ഇരിക്കുകയും ചെയ്യുക. മൈ ജേർണി ട്രാൻസ്ഫോമിംഗ് ഡ്രീംസ് ഇൻറ്റു ആക്ഷൻസ്, ഇതാണ് ആ ഒരു ആ ഒരു ഓർമ്മക്കുറിപ്പിൻ്റെ ഫുൾ നെയിം. സോ ഇത്രയുള്ളൊരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഒപ്പം ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്